അല്ല, അദ്ദേഹം തിരിതിരിക്കുകയാണ്. ടോൾ പിരിവ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 18 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പെൻസും നിങ്ങൾ താങ്കൾ ഉദ്ദേശിച്ച ടോൾ എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. ടോൾ കൊടുത്ത് 2000 രൂപ ടോൾ കൊടുത്തിട്ട് 6 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാകുന്നൊരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. റെയിൽവേയുടെ സിൽവർ ലൈനിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ല, പ്രായോഗികമല്ല. അതേസമയം ഇപ്പം നിലവിലുള്ള പാതയുടെ ഒരു 39 കർവുകൾ നിവർത്തിയെടുക്കാനുള്ള ശ്രമം ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മതി. അത് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ റെയിൽവേ പ്രവർത്തിക്കുന്നുണ്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹൈസ്പീഡ് ട്രെയിൻ ഉൾപ്പെടെയുള്ളത് കേരളത്തിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എന്ത് പർപ്പസാണോ സിൽവർ ലൈൻ കൊണ്ട് പറഞ്ഞിരുന്നത് അത് ഭൂമി ഏറ്റെടുക്കാതെ തന്നെ ഇത്രയും നാശനഷ്ടം കേരളത്തിൽ ഉണ്ടാക്കാതെ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് 690 കിലോമീറ്റർ പോകുമ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പരിസ്ഥിതി എന്ന പ്രശ്നങ്ങളെ ബാധിക്കുന്നുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പഠിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം നിലവിലുള്ള പാതയെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളപ്പോൾ ഈ ആരോപണം പറഞ്ഞിട്ടുള്ള നേരത്തെ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ആദ്യം നിങ്ങൾ ആലോചിച്ച് ഡിമോണിറ്റൈസേഷൻ വന്നിട്ട് ആ സമയത്ത് പേപ്പർലെസ് എക്കോണമിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ അന്നത്തെ എക്കാലത്തെയും കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധനും അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ പേപ്പർ വേണ്ട, കറൻസി വേണ്ട എന്ന് മോഡി പറയുന്നുണ്ട്. മീൻ കച്ചവടക്കാരൻ്റെ കയ്യിൽ അവൻ്റെ കമ്പ്യൂട്ടർ കൊണ്ട് കിടക്കുമോ, മറ്റേ പെട്ടിക്കടക്കാരുടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ സ്ഥിതി എന്താ? ഇത് സ്ട്രീറ്റ് വെണ്ടറും പച്ചക്കറിക്കാരനും മത്സ്യം എല്ലാം UPI പേയ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ ഒരു ഫോൺ മാത്രം കയ്യിലുണ്ട്. ബാങ്കിൽ വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ആളേക്ക് മിനിമം ബാലൻസ് ഉണ്ടാവുമല്ലോ. അല്ല, മിനിമം ബാലൻസിന്റെ കാര്യത്തിൽ ബാങ്കുകളുടെ ലാഭവിഹിതം നോക്കണം. സർവീസ് ചെയ്യും. ഞാൻ രാവിലെ വണ്ടി എടുത്ത് എനിക്ക് 20 രൂപ 50 രൂപ ബാങ്കിൽ എടുക്കാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ബാങ്കിൽ ചെന്ന് പോയി തിരിച്ച് വീട്ടിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിൽ ഒരു സമയം ലാഭമുണ്ട്, പെട്രോൾ ലാഭമുണ്ട്, എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ സർവീസ് ചാർജ് എടുക്കും. ഇപ്പോൾ നമ്മൾ ആഹാരത്തിന് വേണ്ടി ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കുന്നതും നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ഇതിൽ അടിച്ചു കൊടുക്കുമ്പോഴും ബാങ്കുകൾ അല്ല വരുമാനം വർദ്ധിപ്പിച്ചു. ബാങ്കുകളൊക്കെ പൊതുമേഖലാ ബാങ്കുകളല്ലേ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ. അത് നമുക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഈ എല്ലാ ബാങ്കുകളുടെയും ലാഭവിഹിതം വരുന്നുണ്ടല്ലോ. റിസർവ് ബാങ്ക് പൈസ കിട്ടുന്ന പൈസ സെൻട്രൽ ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ. അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ, നിങ്ങളുടെ പരിധിയിൽ വരണം, നമ്മുടെ പരിധിയിൽ വരണം, പരിധിയിൽ വന്ന കാര്യം. അപ്പോൾ ഓരോ സ്ഥലത്തെയും അതിൻ്റെതായ കടമകൾ നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ സമൂഹം, സെൻട്രലും സ്റ്റേറ്റും എല്ലാം കൂടി തരുന്നല്ലേ രാജ്യം. ഒരു നിമിഷം എനിക്ക് തരാമോ? നമ്മുടെ കേരളം എന്ന് പറയുന്നത് UPI ട്രാൻസാക്ഷൻ നടത്തുന്ന കേരളം നിന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരളത്തിന്റെ വിഹിതം എന്താണ്? കേരളത്തിന്റെ വിഹിതം ഇല്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ രീതിയിലുള്ള ബാങ്കുകളിൽ നിങ്ങൾക്ക് വേറെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തുമാത്രം പൈസ അല്ലാതെ വരുന്നുണ്ടോ? ക്യാപിറ്റൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്, ധനക്കമ്മി നികത്താൻ തരുന്നുണ്ട്, ഈ തൊഴിലാളി ക്ഷേമനിധി വരുന്നുണ്ട്, ഓഫ് ബഡ്ജറ്റ് കടങ്ങളുടെ തിരിച്ചടയ്ക്കുന്നതിന് പൈസ ഉണ്ട്, GST നേരത്തെ നഷ്ടപരിഹാരമോ ആത്മനിർഭർ ഭാരത് വഴി വരുന്നുണ്ട്, എനർജി സെക്ടർ, അങ്ങനെയൊക്കെ ഈ ധനകാര്യ കമ്മീഷൻ്റെ വിഹിതം കൂടാതെ തന്നെ എന്തെല്ലാം പൈസ സംസ്ഥാനങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്തത് പോലും ഇവിടെ കിട്ടുന്നുണ്ട്. ധനക്കമ്മി നികത്തുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷൻ കൊടുത്ത പൈസ UP കിട്ടിയിട്ടുണ്ടാവും. ഗുജറാത്തിൽ അവിടെ 2.1 കോടി രൂപയാണ് അവിടെ ഗ്രാൻഡായി കൊടുത്തിരിക്കുന്നത്. ലക്ഷം കോടി, 2.19 ലക്ഷം കോടിയാണ് കൊടുക്കുന്നത്. അവർക്ക് നമുക്ക് നികുതി വിഹിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ നികുതി വിഹിതം എല്ലാ ഒരു പാറ്റേൺ അനുസരിച്ചാണ് കൊടുക്കുന്നത്. മറ്റ് ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് അവിടെ കിട്ടിയിട്ടില്ല, കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ 53,000 കോടി കിട്ടി. ഏറ്റവും കൂടുതൽ കിട്ടിയ കേരളത്തിനാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഹെഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ചെലവ് കുറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ചെയ്യാൻ കഴിയുന്നത്? അതിന് ധൂർത്തും അഴിമതിയും കുറച്ചേ പറ്റുള്ളൂ. ആ നികുതി ചോർച്ച കുറയ്ക്കണം, കളക്ട് ചെയ്തെടുക്കാനുള്ള രീതിയിലെടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, നിങ്ങളിപ്പോൾ നികുതി ഇപ്പോൾ ബാറിൻ്റെ നടയിൽ പോലീസുകാരെ നിർത്തിയിട്ട് മദ്യപിച്ചിട്ട് ഇറങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് പെറ്റി എടുക്കുന്നുണ്ട്. ഏതെങ്കിലും സ്വർണ്ണക്കടയുടെ നടയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പെടുത്താനുണ്ടോ? അത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയാണ് നികുതി ചോർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ സ്റ്റേറ്റ് GST വിഭാഗമുണ്ട്, മറ്റ് ടാക്സിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇതൊന്നും കണ്ടെത്താനൊരു ശ്രമം നടത്താതെ ഈ കടം വാങ്ങി ചെലവഴിക്കുക എന്നുള്ള ഒരു ഐസക് ഇതിൻ്റെ ഒരു നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ഒരു പോളിസിയുണ്ട്. അതും ഇദ്ദേഹം തുടരാൻ ശ്രമിച്ചാൽ വീണ്ടും ഇതിൽ വരും, കടം കൂടി വരും. അല്ലെ, ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ കേരളം കേന്ദ്രത്തിനെതിരെ നൽകിയ ഹർജിയിൽ ഒരുപക്ഷെ വിവിധ ഏജൻസികളെ ഉദ്ധരിച്ച് കേന്ദ്രം പറഞ്ഞത് അപ്രകാരമാണ്. ധന മിസ്മാനേജ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രം പറഞ്ഞിരിക്കട്ടെ, RBI അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 5 പ്രധാന സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തികമായി ഒരുപക്ഷെ മിസ്മാനേജ്മെന്റ് ഏറ്റവും കൂടുതലുള്ള 5 പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ 2026-27 കേരളത്തിന്റെ അവസ്ഥ നോക്കിക്കാണാൻ പോലും കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് RBI നൽകിയിരുന്നു. ശ്രീപ്രഭാത്, ഇതിനകത്ത് നോക്കൂ, കേന്ദ്ര നികുതിയുടെ ഒരു കാര്യം പറയേണ്ടായത്. കേന്ദ്ര നികുതിയിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടത് 14,024 കോടി രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയത് എത്രയാണ്? 8,439 കോടി രൂപയാണ്. നോക്കണം, അത് കേന്ദ്ര ഗവൺമെൻറ് അയച്ച ഇതിലാണ് ഉള്ളത്. നമ്മൾ ഗ്രാൻഡ് വിഹിതത്തിൽ 15,886 കോടി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഗ്രാൻഡ് കിട്ടിയിരിക്കുന്നത് 6,342 എന്ന് പറഞ്ഞാൽ 40%. ഇതാണ് വ്യത്യാസം. നമുക്ക് കിട്ടേണ്ട നികുതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട നികുതിയുടെ വ്യവസ്ഥയിൽ നമുക്ക് കിട്ടുന്നില്ല. അതിനകത്ത് 60% കുറവാണ് നമുക്കുള്ളത്. ഈ ഗ്രാൻഡ് വിഹിതത്തിൽ 40% എന്ന് പറയുന്നത് നമുക്ക് ലേശം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന RBI പറഞ്ഞ വിഷയം കറക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? പലിശ ക്രമത്തിലും ശമ്പളക്രമത്തിലും പെൻഷൻ ക്രമത്തിലും ഒരു സംസ്ഥാനത്തിലെ ബഡ്ജറ്റ് വിഹിതത്തിലെ 60% കൂടുതൽ പോവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇവിടെ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ശമ്പളം ഈ വ്യവസ്ഥയിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈ കേരളം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല. അതിൽ നിന്ന് മാറ്റമുണ്ട്. ഇവിടെ ബംഗാളിൽ നിന്ന് ഒരാൾ വന്നാൽ പോലും ഒരു ദിവസം 1000 രൂപയാണ് അവൻ്റെ ഒരു ദിവസത്തെ ഇവിടുത്തെ വേതനം. അത് മറ്റു സംസ്ഥാനങ്ങളിൽ എത്രയാണ്? 200-300 ക്രമത്തിലാണ്. അപ്പോൾ 700 രൂപയുടെ വ്യത്യാസം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ക്രമത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സംസ്ഥാനത്തിനെ മറ്റു സംസ്ഥാനങ്ങളുമായി വ്യത്യാസം ചെയ്യുമ്പോൾ ഇവിടുത്തെ GDPയുടെ റേറ്റും ഇത്തരം ശമ്പള ക്രമങ്ങളുടെ വ്യതിയാനം നോക്കണം. ഇവിടുത്തെ ശമ്പളത്തിൻ്റെ വ്യത്യാസവും UP അല്ലെങ്കിൽ ബംഗാളിൽ നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറേ വർഷമായി ഉണ്ടായിരുന്ന ആ സ്ഥലത്തെയും ശമ്പള വ്യതിയാനമുണ്ട്. ജനങ്ങളുടെ ആളോഹരി വിഹിതം കുറവാണ് അവിടെ. ഇവിടെ അതല്ല. ഇവിടെ ജനങ്ങളെന്ന് പറയുന്നത് മറ്റൊരു ഏറ്റവും ഇന്ത്യയിലെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ കടം വാങ്ങി ഈ ക്യാപിറ്റൽ എക്സ്പെൻസ് നിങ്ങൾ 2023 ഈ അധിക കടമെടുക്കാൻ അവസരം കിട്ടിയിട്ട് പോലും എടുത്തതിന്റെ 0% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ പലിശ കൊടുക്കണം. ഒരു വർഷം എത്ര പലിശ കൊടുക്കുന്നത്? ഈ പലിശ കൊടുക്കുന്ന കാര്യങ്ങൾ അതേസമയം ഞാൻ പറഞ്ഞത് ഈ നേരത്തെ താങ്കൾ പറഞ്ഞ ഈ ഓരോ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ അത് ഒരു 5 വർഷത്തേക്കാണ് തരുന്നത്. 5 വർഷത്തേക്ക് ഈ തുടക്കത്തെ ഇപ്പം 21 അറിയാം നമുക്ക്. 26 ഈ ഓരോ 5 വർഷം കൂടുമ്പോഴും അറിയാം എത്ര 26 വരെ എത്ര കിട്ടും, ഓരോ ഇയറിൽ എത്ര കിട്ടും. അത് ചില ഇയറിൽ കൂടുതൽ കിട്ടും, ചില ഇയറിൽ കുറച്ച് കിട്ടും. അത് വളരെ വ്യക്തമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലല്ല. അതൊന്നും അല്ല. അത് നേരത്തെ നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ തന്നെ പറഞ്ഞ എന്താണ് അഭിപ്രായം ഒരു നീതിയുക്തമായ ഒരു വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ
ഗവൺമെന്റിന് ഇത്രയേ കൊടുക്കാവൂ എന്ന് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇതിനകത്ത് അങ്ങനെയല്ല പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് കൂടുതൽ വേണം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ധനകാര്യ കമ്മീഷൻ തീരുമാനം എടുത്തപ്പോൾ അത് നടപ്പാക്കി. പിന്നെ അതിനെ അല്ല, ഒരു ധനകാര്യ വകുപ്പിനും ഒരു ധനകാര്യ കമ്മീഷൻ എടുത്ത തീരുമാനം ഇത്ര സ്റ്റേറ്റിന് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റ് വെട്ടി കുറയ്ക്കാൻ പറ്റുമോ?